അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തും. ജമാഅത്ത് നമസ്കാരത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ചടക്കത്തോടെ ധൃതി കാണിക്കാതെയാണ് പള്ളിയിലേക്ക് വരേണ്ടത് എന്നാണ് നമ്മൾ ഇന്നലെ അവസാനമായിട്ട് വിശദീകരിച്ചത്. ഇനി മറ്റൊന്ന്, സ്ത്രീകൾ പള്ളിയിലെ ജമാഅത്തിന് വരേണ്ടതുണ്ടോ എന്ന വിഷയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തില് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ നിസാഅകുമുൽ മസാജിദ് വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന. ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ അവർ നിങ്ങൾ പള്ളികളിൽ നിന്ന് തടുക്കരുത്. എന്നാൽ വബുയൂതുഹുന്ന ഖൈറുൻ ലഹുന്ന, അവരുടെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇപ്പൊ വീട്ടിൽ നിസ്കരിക്കലാണ് അവർക്ക് ഏറ്റവും ശ്രേഷ്ഠം. എന്നാൽ പള്ളിയിൽ വരികയാണെങ്കിൽ അതവർക്ക് അനുവദനീയമാണ്. പള്ളിയിലെ ജമാഅത്തിനും അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കും ഖുതുബകൾ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി അവർക്ക് വരാവുന്നതാണ്. ഒരു സ്ത്രീ വരികയാണെങ്കിൽ അവരെ തടുക്കാൻ പാടില്ല. നമ്മളെ നാട്ടില് സ്ത്രീകള് പള്ളിയിൽ പോകല് ഹറാമാണ് എന്ന് വാദിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ് ഇത്. അവരെ തടുക്കാൻ പാടില്ല. എന്നാൽ സ്ത്രീകൾ വരണമെന്നോ അവര് വരല് നിർബന്ധമാണെന്നോ ഇല്ല. അങ്ങനെ നിയമമല്ല. സ്ത്രീകൾ പള്ളിയിൽ വന്നേ പറ്റൂ എന്ന് പുരുഷന്മാരെ പോലെ സ്ത്രീകളും അവര് വരണം എന്ന് പറഞ്ഞാൽ അതിന് ഇസ്ലാമില് യാതൊരു തെളിവുമില്ല. വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്കത് അനുവദനീയമാണ്. അവരെ തടുക്കാൻ പാടില്ല എന്ന്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമാ ഇംറഅത്തിൻ അസാബത്ത് ബുഖൂറൻ ഫലാ തശ്ഹദ് മഅനാ അൽ ഇശാ അൽ ആഖിറ. ഏതെങ്കിലും സ്ത്രീകൾ സുഗന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇശാ നമസ്കാരത്തിന് ഞങ്ങളുടെ കൂടെ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞാല് സ്ത്രീകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പങ്കെടുത്തിരുന്നു. അവർ പള്ളിയിൽ വരാറുണ്ടായിരുന്നു, ഇശാക്ക് വന്നിരുന്നു എന്നെന്ത് ഇതില് തെളിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ സുഗന്ധം ഉപയോഗിച്ച് വരാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ വിലക്കിയത്. അതുപോലെ വേറെയും ഹദീസിലുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് വലാകിൻ ലിയഖ്റുജ്ന വഹുന്ന തഫിലാത്തിൻ. നിങ്ങൾ അല്ലാഹുവിന്റെ അടിയാത്തികളെ പള്ളിയിൽ നിന്ന് തടുക്കരുത്. എന്നാൽ അവര് പോകേണ്ടത് സുഗന്ധദ്രവ്യങ്ങളൊന്നുമില്ലാതെ ആളുകൾ ആകർഷിക്കാത്ത രീതിയിൽ നല്ല മാന്യമായ വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ പള്ളിയിലേക്ക് വരണം എന്നാണ് മറ്റൊരു ഹദീസിൽ. അപ്പൊ ഇസ്ലാം സ്ത്രീകളോട് ചെയ്ത കാരുണ്യത്തിന്റെ വലിയ ഒരു ഉദാഹരണമാണിത്. അതായത് പുരുഷന്മാരെ പോലെ അവർക്കും പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ കുടുംബത്തിനും എല്ലാവർക്കും അത് പ്രയാസമാണ്. അവര് പറഞ്ഞ് വന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ, പങ്കെടുക്കാം എന്നതല്ലാതെ 5 നേരവും അവർ വന്ന് പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് എന്ന് ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഉമ്മു ഹുമൈദ് അസ്സാഇദി എന്ന് പറയുന്ന സഹാബി വനിത, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക. അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് നിങ്ങളുടെ കൂടെ നിസ്കരിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ജമാഅത്തായിട്ട് താങ്കളുടെ കൂടെ നിസ്കരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖദ അലിംതു അന്നക തുഹിബ്ബീന സ്വലാത്ത മഅി. എനിക്കറിയാം നീ എന്റെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ നീ നിന്റെ വീട്ടിൽ നിസ്കരിക്കലാണ്, നിന്റെ വീട്ടിന്റെ റൂമിൽ നിസ്കരിക്കലാണ് നീ നിന്റെ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. വസലാത്തുക ഫീ ഹുജ്റതിക ഖൈറുൻ ലക മിൻ സലാതിക ഫീ ദാരിക വസലാത്തുക ഫീ ദാരിക ഖൈറുൻ ലക മിൻ സലാതിക ഫീ മസ്ജിദി ഖൗമി. നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയിൽ നിസ്കരിക്കലാണ് നിന്റെ അതിനേക്കാൾ നിനക്ക് ഉത്തമം നിന്റെ വീട്ടിൽ നിസ്കരിക്കലാണ്. പെണ്ണുങ്ങൾക്കായിട്ട് ഉണ്ടാക്കിയ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വസലാത്തുക ഫീ മസ്ജിദി ഖൗമിക ഖൈറുൻ ലക മിൻ സലാത്തുക ഫീ മസ്ജിദി. എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്ന, മദീന പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ സ്ത്രീകൾക്കായിട്ട് ഒരുക്കപ്പെട്ടുള്ള നിങ്ങളുടെ പള്ളിയിൽ നിസ്കരിക്കലാണ്. പറഞ്ഞാല് അവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അവരുടെ റൂമിന്റെ ഉള്ളിൽ നിസ്കരിക്കലാണ്. അവർക്ക് ഈ നമ്മളെ ജമാഅത്തിൽ പങ്കെടുക്കുന്നതും ഇതിലൊക്കെയുള്ള പുണ്യങ്ങൾ അവർക്ക് അതിൽ അള്ളാഹു കൊടുക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവരെ നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മളെ നാട്ടിലെ സാഹചര്യത്തിനനുസരിച്ച് ജുമാ, ഖുതുബകള് ഇതൊക്കെ കേൾക്കാൻ, മതപരമായിട്ട് അറിയാൻ അവർക്ക് മറ്റ് സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ ഇല്ല.
അതുകൊണ്ട് തന്നെ നമ്മൾ ജുമാ അതുപോലുള്ള ജമാഅത്തുകൾക്കൊക്കെ നമ്മൾ കൊണ്ടുവരുന്നു, ക്ലാസ്സുകൾക്കൊക്കെ എന്നുള്ളതാണ്. അത് അനുവദനീയമാണ്. അവർക്ക് പഠിക്കാനും വിവരങ്ങൾ അറിയാനൊക്കെ ഇത് പറ്റുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഇനി പള്ളിയിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ വഴിയിലോ അല്ലെങ്കിൽ നിസ്കാരത്തിലോ കൈകൾ കോർക്കൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഉളു എടുത്ത് പള്ളിയിൽ പോകുമ്പോൾ കൈ ഇങ്ങനെ കോർത്തു പിടിക്കൽ, വിരലുകൾ തമ്മിൽ കോർക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അബൂ സുമാമ അൽ ഹന്നാത്ത് ആദ്യം നിസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ വഴിയിൽ വെച്ച് കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹുമായി അദ്ദേഹം കണ്ടുമുട്ടി. അപ്പൊ കഅബ് ബിൻ ഉജ്റയെ കണ്ട സന്ദർഭത്തില് ഈ അബൂ സുമാമ കൈകൾ ഇങ്ങനെ കോർത്തു പിടിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കഅബിനെ കണ്ടപ്പോ അബൂ സുമാമ ഇങ്ങനെ കൈ കോർത്തിട്ടുണ്ട്. അത് കണ്ടപ്പോ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ തവല്ല അഹദുക്കും ഫഅഹ്സന വുളൂഅഹു, നിങ്ങളിൽ ഒരാൾ നന്നായി വുളൂ എടുത്തു, സുമ്മ ഖറജ ആമിദൻ ഇലൽ മസ്ജിദ്, പിന്നെ പള്ളിയെ ഉദ്ദേശിച്ച് ലക്ഷ്യം വെച്ച് പോകുകയാണെങ്കിൽ, ഫലാ യുശബ്ബികന്ന യദൈഹി, അവന്റെ കൈകൾ അവൻ കോർക്കരുത്, കോർത്തു പിടിക്കരുത്. ആ പദം തന്നെ വന്നിട്ടുണ്ട്, ശബ്ബക്കാൻ. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു ഫീ സ്വലാ, കാരണം അവൻ നിസ്കാരത്തിലാണ് അപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുമ്പ് വിശദീകരിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അച്ചടക്കത്തോടെയാണ് പോകേണ്ടത് എന്നുള്ളത്. മറ്റ് അനാവശ്യ പ്രവർത്തനങ്ങളോ ചലനങ്ങളോ ഒന്നുമില്ലാതെ. ഇത് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്നാൽ നിസ്കാരങ്ങൾക്ക് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല, നിസ്കാരം കഴിയുന്നത് വരെ ഇങ്ങനെയാണ്, ഈ അച്ചടക്കത്തിലാണ് അവൻ പോകേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു. യഹ്ദാ സലാത്തൈൽ ഇശ ഫസല്ല ബിനാ റകഅതൈൻ, ഇശാ നിസ്കാരാണ് എന്നുള്ളതാണ് ഓർമ്മ. അങ്ങനെ അദ്ദേഹം ഇശാ നിസ്കരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ട് സുമ്മ സല്ലം, 2 റകഅത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടി. ഫഖാമ ഇലാ ഖശബത്തിൻ മഅറൂദത്തിൻ ഫിൽ മസ്ജിദ്, എന്നിട്ട് പള്ളിയിൽ ഇങ്ങനെ വിലങ്ങനെയുള്ള ഒരു മരത്തിന്റെ ഒരു മരക്കഷ്ണം ഉണ്ട്, അതിന്റെ നേരെ പോയിട്ട് നബി അതിലിങ്ങനെ ചാരി നിന്നു. നബിക്ക് എന്തോ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തോ ദേഷ്യമുള്ളതുപോലെ. വലത്തെ കൈ ഇടത്തെ കൈമ്മ വെച്ചിട്ടുണ്ട്. വശബ്ബക ബൈന അസാബി, എന്റെ വിരലുകൾ ഇങ്ങനെ കോർത്തു പിടിച്ചു. എന്നിട്ട് ഈ ഇടത്തെ കൈയിന്മേല് നബിയുടെ കവിളിങ്ങനെ വെച്ചു, ഇടത്തെ കയ്യിൽ കവിളിങ്ങനെ വെച്ചു. പെട്ടെന്ന് പള്ളിയിൽ നിന്ന് വാതിലിന്റെ അവിടേക്ക് പോയി. അപ്പൊ ആ സന്ദർഭത്തില് സഹാബാക്കൾക്കാകെ പരിഭവമായി. കാരണം ഇശാ നിസ്കാരം 4 റക്അത്തല്ലേ, 2 റക്അത്തല്ലേ നിസ്കരിച്ചത്. അപ്പൊ സഹാബികൾ പരസ്പരം പറഞ്ഞു, ഖസ്റത്തി സലാം, നിസ്കാരം എന്താ ചുരുക്കിപ്പോയോ, 2ആണല്ലോ നിസ്കരിച്ചത്. അവിടെ അബൂബക്കർ ഉണ്ട്, ഉമർ ഉണ്ട്, പലരും ഉണ്ട് സദസ്സിൽ. അവരെന്ത് ചെയ്യുന്നുണ്ട്, നബിയോട് സംസാരിക്കാൻ അവർക്കൊരു ഭയം. ചിലപ്പോ വഹി വന്നതാണോ എന്താന്നറിയില്ല, അവര് നബിയോടുള്ള ബഹുമാനം കൊണ്ട് സംസാരിക്കണില്ല. അപ്പൊ അതില് ആ സദസ്സില് റജുലുൻ ഫീ യദൈഹി തൂൽ എന്ന് പറഞ്ഞ കൈ കുറച്ച് നീളമുള്ള ഒരാളുണ്ട്. അയാളെ കൈ നീളമുള്ള ആളെന്നാ പറയലെന്നെ. ആ ആള് വന്നിട്ട് അയാൾക്ക് ദുൽ യദൈൻ എന്ന് പറയാം. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അനസീത അം ഖസറത്തി സലാ, നബി നിങ്ങൾ മറന്നതാണോ അതോ നിസ്കാരം ചുരുക്കിയതാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസ വലം തുഖ്സർ, ഞാൻ മറന്നിട്ടില്ല നിസ്കാരം ചുരുക്കിയിട്ടില്ല. അപ്പൊ നബി എന്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, കമാ യഖൂലു ദുൽ യദൈൻ, ദുൽ യദൈൻ പറയുന്നത് പോലെ തന്നെയാണോ കാര്യമുള്ളത്? അപ്പൊ സഹാബാക്കളൊക്കെ പറഞ്ഞു അതെ. ഫതഖദ്ദമ ഫസല്ല മാ തറക സുമ്മ സല്ലം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു, ബാക്കിയുള്ള നിസ്കാരം നിസ്കരിച്ചു, പിന്നെ മറവിയുടെ സുജൂദ് ചെയ്യുകയും ചെയ്തു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവിടെ പോയെന്ന് കൈ ഇങ്ങനെ കോർത്തു പിടിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ ഹദീസ് ഇവിടെ ഈ അധ്യായത്തിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിൽ വിരോധമല്ല. അതേപോലെ തന്നെ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, ഇസ്മായിൽ ഇബ്നു ഉമയ്യ അദ്ദേഹം പറഞ്ഞു, ഞാൻ നാഫിഇനോട് ചോദിച്ചു ഒരാള് കൈ ഇങ്ങനെ കോർത്തു പിടിച്ച് നിസ്കരിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നാഫി പറഞ്ഞു, ഇബ്നു ഉമർ പറഞ്ഞിട്ടുണ്ട്, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, തിൽക സലാത്തുൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹു കോപിക്കപ്പെട്ട വിഭാഗം ഉണ്ടല്ലോ അവരുടെ നിസ്കാരമാണത്, അതായത് യഹൂദികളുടെ നിസ്കാരമാണത്. നിസ്കാരത്തിൽ ഒരിക്കലും നമുക്കിങ്ങനെ കൈകോർത്ത് പിടിക്കാൻ പാടില്ല എന്ന് ഉദ്ധരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളാണെങ്കിലും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കണം, അതൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ വിവരിക്കാം. സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലിഹി വസല്ലം. അസ്സലാമു അലൈക്കും.